നമസ്കാരം. കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ചരിത്രത്തിൽ ബി.ജെ.പി. ആദ്യമായി അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഗവർണറും സർക്കാരും തമ്മിൽ നേർക്ക് നേർ പോര് നടക്കുന്ന ഈ വേളയിൽ തന്നെയാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ആളുകളിൽപ്പെട്ട രണ്ടാളുകൾ തന്നെയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ 12 അംഗ സിൻഡിക്കേറ്റ് ഭരണസമിതിയിൽ 9 സീറ്റും പിടിച്ചുകൊണ്ട് CPM തന്നെ സിൻഡിക്കേറ്റിന്റെ ഭരണം പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇവിടെ CPIക്ക് പോലും വോട്ട് കിട്ടാത്തതിനാൽ CPI സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. കോൺഗ്രസിനാകട്ടെ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. എന്നാൽ 2 BJP സിൻഡിക്കേറ്റ് മെമ്പർമാർ ജയിക്കുവാൻ കാരണം കോൺഗ്രസ് സംഘപരിവാർ ശക്തികളോടുകൂടി കൂടി നിന്നുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്തതിനാലാണ് ഇതുപോലെ ചരിത്രത്തിലാദ്യമായി സിൻഡിക്കേറ്റ് രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി BJPക്ക് സിൻഡിക്കേറ്റിൽ അക്കൗണ്ട് തുറക്കാനായത് എന്ന് തന്നെയാണ് CPM ആരോപിച്ചത്. ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് എന്ന് തന്നെ CPM ആരോപിക്കുമ്പോൾ CPMന്റെ വോട്ട് വിതരണത്തിലുണ്ടായ പാകപ്പിഴ തന്നെയാണ്, അല്ലെങ്കിൽ വോട്ട് വിതരണത്തിൽ പാകപ്പിഴയുണ്ടാക്കി BJP സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ ജയിപ്പിക്കുവാൻ വേണ്ടി CPM ഒത്തുകളിച്ചതാണ് എന്നാണ് കോൺഗ്രസും പ്രത്യാരോപണമായി ഉയർത്തുന്നത്. എന്തായാലും ഈ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചത് CPI എന്ന പ്രസ്ഥാനത്തിന് തന്നെയാണ്. CPMന്റെ വോട്ട് വിതരണത്തിലുള്ള അപാകത മൂലം CPI സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ CPI സ്ഥാനാർത്ഥികൾ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാൻ വേണ്ടി CPM ചില ചരടുവലികൾ നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു കേൾക്കുന്നതിനിടയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ആക്ഷേപം കെട്ടടങ്ങാതിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റിൽ നടന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലും CPIയുടെ സ്ഥാനാർത്ഥികൾ തോറ്റിരിക്കുന്നത്. ഇവിടെയും കളിച്ചത് CPM തന്നെയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ CPM വോട്ട് വിതരണം ചെയ്തതിലുണ്ടായ പാകപ്പിഴ കൊണ്ടാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ തോറ്റു എന്ന് പറയുമ്പോൾ ഇതിൽ CPMന്റെ ചില ഗൂഢനീക്കങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് പോലും തിരിച്ചടിച്ചത്. എന്തായാലും കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത BJP സ്ഥാനാർത്ഥികളുടെ വോട്ട് CPM ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഹൈക്കോടതി തടഞ്ഞു വച്ചിരുന്നെങ്കിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാനായി എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. വിവാദപരമായ അല്ലെങ്കിൽ ചരിത്രപരമായ ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കേരള ഗവർണറും കേരള സർക്കാരും തമ്മിൽ നേർക്ക് നേർ കൊമ്പ് കോർത്തിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ചാൻസലർ കൂടിയായ ഗവർണറും സർക്കാരും തമ്മിൽ സർവകലാശാല വിഷയത്തിൽ കൊമ്പ് കോർക്കുന്നത്. എന്തായാലും ഇതേ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാശാലകളിൽ ഗവർണറും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യൂണിയൻ ആയ SFIയും തമ്മിൽ നേർക്ക് നേർ കൊമ്പ് കോർക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ ചരിത്രത്തിലാദ്യമായി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ചരിത്രത്തിലാദ്യമായി 2 BJP സ്ഥാനാർത്ഥികൾ സിൻഡിക്കേറ്റ് മെമ്പർമാരായിരിക്കുന്നു. അതിന് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ അതിന് വഴിമരുന്നിട്ടത് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. സർവകലാശാല സിൻഡിക്കേറ്റിൽ നടന്ന മത്സരത്തിൽ നഷ്ടം പറ്റിയിരിക്കുന്നത് പതിവ് പോലെ തന്നെ CPI എന്ന സംഘടനയ്ക്കാണ്. കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ 12 അംഗ സിൻഡിക്കേറ്റിൽ 9 പേരെ വിജയിപ്പിച്ചുകൊണ്ട് CPM ഭരണം പിടിച്ചെടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്.